ശ്രീ മിഥുൻ, ഇന്ന് സുപ്രീം കോടതിയിൽ നിന്നും SBIക്ക് പലിശയടക്കം കിട്ടിയെന്നാണ് ഉയരുന്ന ഒരു പരിഹാസം. ഇലക്ട്രൽ ബോണ്ട് കേസിൽ ഈ SBIക്കെതിരെ വലിയ രൂക്ഷമായ വിമർശനം ഇന്ന് സുപ്രീം കോടതിയിൽ നിന്നും ഉണ്ടായിരിക്കുകയാണ്. ഈ ഇലക്ട്രൽ ബോണ്ട് നിയമവിരുദ്ധമാണെന്ന കോടതി വിധി വന്നിട്ട് 26 ദിവസമായി. ഇനിയും ജൂൺ 30 വരെ സമയം നീട്ടി ചോദിച്ചു. അതിനാണ് സുപ്രീം കോടതിയിൽ നിന്നും വലിയ തിരിച്ചടി ഇന്ന് SBIക്ക് നേരിടേണ്ടി വന്നിരുന്നത്. അതായത് ഒരു സാധാരണ പൗരൻ ചോദിക്കുന്ന ചോദ്യം സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് ചോദിക്കേണ്ട സാഹചര്യമുണ്ടായി. ഇത്രയും ദിവസം നിങ്ങൾ എന്ത് ചെയ്യുകയായിരുന്നു? ഈ ഇലക്ട്രൽ ബോണ്ടിലെ വിവരങ്ങൾ നിങ്ങൾക്ക് എടുത്തു തരാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ കാലതാമസം നേരിടേണ്ടി വന്നത്? യഥാർത്ഥത്തിൽ ഇത് SBIയോടുള്ള വിമർശനമല്ല. യഥാർത്ഥത്തിൽ ഇത് ചെന്നുകൊണ്ട് തറച്ചിരിക്കുന്നത് BJPയെയും അതുവഴി കേന്ദ്ര സർക്കാരിനെയുമാണ്. എങ്ങനെ പ്രതികരിക്കുന്ന വിഷയത്തിൽ? അല്ല, നമുക്ക് ഇതിലൊരു പൊളിറ്റിക്കൽ ഒപ്പീനിയൻ അല്ല ഞാൻ പറയുന്നത്. ഓക്കെ, ഒന്നാമത്തെ കാര്യം, താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഇവിടെ SBIക്ക് ഒരു തിരിച്ചടി ഉണ്ടായോ എന്ന് ചോദിച്ചാൽ അതൊരു തിരിച്ചടിയായിട്ട് കാണാൻ പറ്റില്ല. കാരണം ഇലക്ട്രൽ ബോണ്ടിനെ ഹാൻഡിൽ ചെയ്യുന്ന സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ്, അതിന്റെ SOP സാധാരണ ബാങ്കിങ് പ്രൊസീജിയേഴ്സിൽ നിന്നും വ്യത്യസ്തമാണ്. അതാണ് ബാങ്ക് അവിടെ കാണിച്ചൊരു കാര്യം. അപ്പോൾ അങ്ങനെ അവർക്ക് കൂടുതൽ സമയം വേണമെന്ന് ആവശ്യപ്പെടുന്നതിന്റെ ഒരു ബേസിസ് എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആണ്. അത് ഹാൻഡിൽ ചെയ്യുന്ന രീതി കുറച്ചുകൂടെ വ്യത്യസ്തമാണ്. അപ്പം ഇത്ര പെട്ടെന്ന് ഈ ഇൻഫർമേഷൻ കളക്ട് ചെയ്യാനും അത് ഫർണിഷ് ചെയ്യാനും അവർക്ക് ഒരു പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടി ഉണ്ട് എന്നാണ് ബാങ്ക് അവിടെ പ്രസന്റ് ചെയ്ത കാര്യം. അപ്പൊ അതിലൊരു വലിയ തിരിച്ചടിയായിട്ടൊന്നും ഞാൻ കാണുന്നില്ല. ഇതൊരു എന്താ പറയുക, ഒരു സുപ്രീം കോടതിയുടെ ഒരു നിർദ്ദേശമാണ്. അത് പാലിക്കാൻ ബാങ്ക് തീർച്ചയായിട്ടും അത് പാലിക്കുക തന്നെ ചെയ്യും. അപ്പൊ അതിന്റെ ഒരു തിരിച്ചടി പോലെയുള്ള ഒരു സംഭവമൊന്നും അതിൽ ഉണ്ടായിട്ടില്ല. പിന്നെ ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ ഒരു ആബ്സല്യൂട്ട് ക്ലാരിറ്റി വേണം എന്ന് തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത്. കാരണം ഇങ്ങനെയുള്ള ഒരു എന്താ പറയുക, ഇലക്ഷൻ ഫണ്ടുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ പാർട്ടികൾ ഫണ്ട് ഹാൻഡിൽ ചെയ്യുന്ന മെക്കാനിസം, ഇതിലൊക്കെ ഒരു കംപ്ലീറ്റ് ട്രാൻസ്പാരൻസി വേണം എന്ന് തന്നെയാണ് ഞാനും വിശ്വസിക്കുന്നത്. പക്ഷെ ഈ ഇലക്ട്രൽ ബോണ്ട് വിഷയത്തിൽ ഇലക്ട്രൽ ബോണ്ട് ആസ് സച്ച് ഒരു എന്താ പറയുക, ഒരു ദുരുദ്ദേശത്തോടു കൂടി കൊണ്ടുവന്ന ഒരു പദ്ധതിയോ അല്ലെ അങ്ങനെയുള്ള ഒരു കാര്യമോ ആയിട്ടാണ് ഇതിനെപ്പോൾ ചിത്രീകരിക്കുന്നത്. അപ്പൊ താങ്കളുടെ ഇൻട്രൊഡക്ഷനിൽ തന്നെ എന്താ പറയാ, SBI BJPയെ സംരക്ഷിക്കാൻ വേണ്ടി ചെയ്യുന്നൊരു പ്രവൃത്തിയാണോ ഇത് എന്ന രീതിയിലൊക്കെ ആയിരുന്നു അതിന്റെ ഒരു ഇൻട്രോ. അപ്പൊ അങ്ങനെയുള്ള ഒരു പൊളിറ്റിക്കൽ ആംഗിൾ മാറ്റിവെച്ചിട്ട് ഈ ഇലക്ട്രൽ ബോണ്ടിന്റെ ഒരു ഉദ്ദേശമല്ല, അതിന്റെ ഒരു ഇന്റന്റ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അതൊരു ക്ലീൻ ഇന്റന്റോട് കൂടി കൊണ്ടുവന്നതായിരുന്നു അവർ. പക്ഷെ അതിൽ തീർച്ചയായിട്ടും ചില എന്താ പറയുക ലൂപ്പ് ഹോൾസും അതിന്റെ ചില ട്രാൻസ്പെറൻസിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ മിഥുൻ പറഞ്ഞു വരുന്നത് വളരെ സദുദ്ദേശപരമായി കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ് ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്നത്. പക്ഷേ അത് ഇൻഇഫക്റ്റ് എന്തായി എന്നുള്ളതടക്കം പരിശോധിക്കുകയല്ലേ വേണ്ടത്? അത് പരിശോധിച്ചുകൊണ്ടല്ലേ സുപ്രീം കോടതി ഇക്കാര്യത്തിൽ കടുത്ത നിലപാടിലേക്ക് പോകേണ്ടി വന്നത്? ഈ കേസിന്റെ തുടക്കം മുതൽ പരിശോധിച്ചാൽ അല്ല, അത് തന്നെയാണ് ഞാനും പറയുന്നത്. അതിന്റെ ട്രാൻസ്പെറൻസി ഫാക്ടേഴ്സുമായി ബന്ധപ്പെട്ട് നമുക്ക് പല കാര്യങ്ങളും അതിൽ ചോദ്യങ്ങളായിട്ട് കിടക്കുന്നുണ്ട്. അത് തന്നെയാണ് സുപ്രീം കോടതി ഉന്നയിച്ചത്. പക്ഷേ 2017 മുമ്പുണ്ടായിരുന്ന ഒരു മെക്കാനിസത്തിലേക്ക് നമുക്ക് തിരികെ പോകാമെന്ന് സുപ്രീം കോടതി ഇവിടെ പറയുന്നില്ല. ഇതിനെ നമുക്ക് വേണമെങ്കിൽ റീഇൻസ്പെക്ട് ചെയ്തിട്ട് ഇതിനെ നമുക്ക് മാറ്റി ഒരു എന്താ പറയുക, ഒരു പുതിയ മെക്കാനിസം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയുള്ള ചർച്ചകളായിരിക്കണം ഇവിടെ നടക്കുന്നത്. കാരണം ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്നത് ഒരു അപ്ഗ്രേഡ് ആയിരുന്നു. മുമ്പുണ്ടായിരുന്ന 2017 വരെ ഉണ്ടായിരുന്ന ഫണ്ടിങ് മെക്കാനിസത്തിലേക്കുള്ള ഉള്ളൊരു അപ്ഗ്രേഡ് ആയിരുന്നു. അതിൽ ചില എന്താ പറയുക ഇഷ്യൂസ് ഉണ്ട്. അതിനെ പരിശോധിച്ച് അതിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താൻ പറ്റും, അതിലേക്ക് ഒരു ട്രാൻസ്പെറൻസി കൊണ്ടുവരാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന കാര്യമാണ് നമ്മൾ നോക്കേണ്ടത്. പിന്നെ ഇതിനെ വിമർശിക്കുന്ന ആളുകൾ ഇപ്പം കോൺഗ്രസും ഒക്കെ വിമർശിക്കുന്നുണ്ട്. പക്ഷേ ഈ ഇലക്ട്രൽ ബോണ്ട് കൈപ്പറ്റിയ ഒരു ശതമാനം നോക്കുകയാണെങ്കിൽ BJPയേക്കാൾ കൂടുതൽ കോൺഗ്രസ് ആണ് കൈപ്പറ്റി ഇരിക്കുന്നത്. കാരണം ഇലക്ട്രൽ ബോണ്ട് വഴിയുള്ള ഫണ്ടിങ് ഇപ്പോൾ BJPയുടെ പരിശോധിക്കുകയാണെങ്കിൽ 52%. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചത് 60%. പിന്നെ കോൺഗ്രസിന്റെ അലൈസ് ആയിട്ടുള്ള പാർട്ടി ഇപ്പൊ DMK ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ അവർക്ക് 90% മുകളിലുള്ള ഫണ്ടിങ് ഇലക്ട്രൽ ബോണ്ട് വഴി തന്നെയാണ്. അപ്പോൾ ഈ ഫണ്ടിങ് ഒക്കെ കൈപ്പറ്റി കഴിഞ്ഞ് ഇപ്പൊ സുപ്രീം കോടതിയുടെ ഒരു ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നതിന് ശേഷം BJP വിമർശിക്കുക, അല്ലെ ഇത് BJPയുടെ ഒരു എന്താ പറയുക ഒരു ടാക്ടിക്കാണ്, ഒരു ഫണ്ടിങ് മെക്കാനിസം അവരുടെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പദ്ധതിയാണ് എന്ന രീതിയിലൊക്കെ പറയുമ്പോൾ ഇവിടെ മറ്റു ഉപഭോക്താക്കളുടെ കാര്യം മാത്രം എടുത്ത് നോക്കിയാൽ മതി. പിന്നെ നിങ്ങൾ ഈ പറയുന്ന ഈ ഫണ്ടിങ്ങിലെ ഇഷ്യൂസ് അത് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇപ്പൊ BSP പോലുള്ള പാർട്ടീസ് ഉണ്ട്. പ്രാഥമികമായി ഞാൻ അങ്ങയിലേക്ക് വന്നേ ഉള്ളൂ. മിഥുൻ പറഞ്ഞതിൽ ഒരു കാര്യമുണ്ട്, അങ്ങ് ശതമാനക്കണക്ക് പറയുന്നുണ്ട്. പക്ഷേ ആക്ച്വൽ ഫിഗേഴ്സിലേക്ക് വരൂ. ഈ BJP ഈ കഴിഞ്ഞ 6 വർഷം കൊണ്ട് അവർക്ക് സമാഹരിക്കാൻ കഴിഞ്ഞത് 5273.9551 കൂടിയാണ്. അതായത് 6000 കോടി രൂപയോളം ഈ ഇലക്ട്രൽ ബോണ്ടായി BJP സമാഹരിക്കുമ്പോൾ തൊട്ടടുത്ത പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസിന് സമാഹരിക്കാൻ കഴിഞ്ഞത് 952.2955 കോടി, അതായത് 1000 കോടിക്ക് അടുത്താണ്. അതായത് കോൺഗ്രസിനേക്കാൾ ഒരു 6 ഇരട്ടി
മെച്ചമുണ്ടാക്കിയത് BJP തന്നെയാണ്. ആ കണക്കുകളിലേക്കൊക്കെ വരേണ്ടതുണ്ട്. ഈ പാർട്ടികളുടെയും ശതമാന കണക്കല്ല ഇതിൽ മുഖ്യമായി പറയേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത്തരത്തിൽ വലിയ ഹ്യൂജ് എമൗണ്ട് ഭരിക്കുന്ന പാർട്ടിയുടെ പോക്കറ്റിലേക്ക് എത്തുന്നു, അത് അനോണിമസ് ആയി എത്തുന്നു. ഇത് കൊടുത്തത് ആരാണെന്ന് പുറത്ത് പറയേണ്ടതില്ല, അങ്ങനെ അത് അറിയില്ല എന്നൊക്കെയാണ് ഇപ്പോൾ ഉയരുന്ന വാദം. ഇതിലൊരു ക്രമക്കേട് വളരെ കൃത്യമായി ഉള്ളത് കൊണ്ടാണല്ലോ സുപ്രീം കോടതിയുടെ 5 അംഗ ഭരണഘടനാ ബെഞ്ചിന് ഇത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന നിലപാടെടുക്കേണ്ടി വന്നത്. നോക്കൂ, താങ്കൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ BJPയുടെ അസറ്റ്സ് ആണ് 6,000 crores എന്ന് താങ്കൾ സൂചിപ്പിച്ചത്, ഓൾമോസ്റ്റ് 6,000 crores. അവര് ഞാൻ മനസ്സിലാക്കുന്ന ഒരു എന്താ പറയുക, ഇന്ത്യയുടെ ഒരു ടോട്ടൽ അലയൻസ്, ഈ ഇന്ത്യയിൽ യൂണിയൻ ടെറിട്ടറീസ് അടക്കം ഒരു 17 സ്ഥലങ്ങളിൽ അവരുടെ പ്രസൻസ് ഉണ്ട്. അപ്പൊ ഇത്രയും വലിയൊരു പാർട്ടിക്ക് 6,000 കോടി ലഭിക്കുന്നു എന്ന കാര്യമാണ്, 6,000 കോടിയുടെ അസറ്റ്സ് ഉണ്ട് എന്നാണ് നമ്മൾ ഇവിടെ കാണുന്നത്. പക്ഷെ നേരെ മറിച്ച് നിങ്ങൾ CPM പോലുള്ള ഒരു ഒറ്റ സംസ്ഥാനത്തിലേക്ക് ചുരുങ്ങി കിടക്കുന്ന ഒരു പാർട്ടിയുടെ അസറ്റ്സ് നോക്കൂ. 750 കോടിയാണ് അവരുടെ അസറ്റ്. 750 കോടി അസറ്റ് ഉള്ള ഒരൊറ്റ സംസ്ഥാനത്ത് മാത്രമുള്ള ഒരു പാർട്ടി. അപ്പോ ഇതിനെ നിങ്ങൾ പ്രൊപ്പോർഷനേറ്റ് ആയി നോക്കുകയാണെങ്കിലോ ഒരു സംസ്ഥാനത്തേക്ക് BJPയുടെ അലൊക്കേഷൻ എത്രയായിരിക്കും? ശരി, അതാണ് അങ്ങയുടെ വാദം. അതായത് BJP കാര്യമായ ഒരു നേട്ടം ഉണ്ടാക്കിയിട്ടില്ല എന്ന് പറഞ്ഞു വരുത്താനാണ് ശ്രമിക്കുന്നത് എന്ന് മനസ്സിലാകുന്നത്.